നമസ്കാരം. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയ്ക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിലാണ് സതീഷ് അതുല്യയെ മൃഗീയമായി പീഡിപ്പിച്ചത്. വിവാഹത്തിന്റെ സമയത്ത് 43 പവൻ സ്വർണ്ണമാണ് സതീഷിന് സാധാരണ കുടുംബമായിരുന്നിട്ട് പോലും അതുല്യയുടെ അച്ഛൻ നൽകിയത്. എന്നിട്ടും അത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞാണ് സതീഷ് അതുല്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നത്. 2 ദിവസം മുൻപ് സതീഷ് അതുല്യയുടെ തലയിൽ പ്ലേറ്റ് കൊണ്ട് അടിച്ചുവെന്നും വയറിന് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും മാതാപിതാക്കൾ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് ചാവറ തെക്കുംഭാഗം പോലീസ്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ പിന്നാലെയാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തുമ്പോൾ അതുല്യയുടെ മരണത്തിലെ ദുരൂഹത കൂടുകയാണ്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോളോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തുന്നത്. മർദ്ദനത്തിനിടയിലാണ് അതുല്യ മരിച്ചതെന്നും സ്ഥിരീകരിക്കാത്ത ചില സൂചനകളുണ്ട്. പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളും ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം പോലും ചില ചിത്രങ്ങളും വീഡിയോകളും അതുല്യ അടുത്ത ബന്ധുവിന് അയച്ചു നൽകിയിരുന്നു. ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് ഇതെല്ലാം. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം. വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേൾക്കാം. സൈക്കോയെ പോലെയാണ് വീഡിയോകളിൽ ഭർത്താവ് പെരുമാറിയിരുന്നത്. ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഈ വീഡിയോയാണ് അതുല്യയുടേത് കൊലപാതകമെന്ന സംശയം ഉയർത്തുന്നതും. മദ്യപിച്ചാൽ സതീഷിന്റെ സ്വഭാവം അപ്പാടെ മാറുമെന്നും അടുപ്പക്കാർ പറയുന്നു. ഇതിനിടയിൽ ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു ഭർത്താവ് സതീഷ് കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയതോടെയാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇത് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ല. അവസാനമായി അതുല്യയെ കണ്ടത് സതീഷ് മാത്രമാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതുതന്നെയാണ് ദുരൂഹതയുണർത്തുന്നത്. ഏക സഹോദരി അഖില ഗൂഗിൾ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യയ്ക്ക് സമാധാനം സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധു രവീന്ദ്രൻ പിള്ള പറഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്നതിനെപ്പറ്റി അറിഞ്ഞതെന്നും ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം വലിയ രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു. അതുല്യയ്ക്ക് വിവിധയിടങ്ങളിൽ ജോലി ലഭിച്ചിരുന്നെങ്കിലും ഇതിനൊന്ന് പോകാൻ തന്നെ സതീഷ് അനുവദിച്ചിരുന്നില്ല. സംശയരോഗമായിരുന്നു ഇതിനെല്ലാം തന്നെ അടിസ്ഥാന കാരണം. അതുല്യയെ ആരും നോക്കാനോ അതുല്യ ആരോട് സംസാരിക്കാനോ പാടില്ലായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കോടതി വരെ ഈ കേസ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിലെല്ലാം സംസാരിച്ച് ശരിയാക്കിയായിരുന്നു. കുട്ടിയുള്ളത് കൊണ്ടെല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്ന് ബന്ധു രവീന്ദ്രൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ സതീഷ് അതുല്യയ്ക്ക് സ്വസ്ഥത നൽകിയിരുന്നില്ല. പല ഘട്ടങ്ങളിലും സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ അതുല്യ അയച്ചു നൽകിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ അയച്ചു നൽകിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു.